ചാലക്കുടി വ്യാജലഹരി കേസിൽ കുടുക്കിയതിന്റെ കാരണം അറിയണമെന്ന് പരാതിക്കാരി ഷീല സണ്ണി പറയുന്നു. വ്യാജലഹരി കേസിൽ ഷീല സണ്ണിയെ അറസ്റ്റ് ചെയ്തിട്ട് ഈ മാസം 27-ന് ഒരു വർഷമാകും. 72 ദിവസമാണ് കള്ളക്കേസിൽ ഷീല സണ്ണി ജയിലിൽ കിടന്നത്. ഒരു ചെറിയ കാലയളവല്ല. ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയ്സൺ ചാമോളപ്പിൽ, ഈ ഷീല സണ്ണി 72 ദിവസം ജയിലിൽ കിടക്കാനിടയായ ഈ വ്യാജലഹരി കേസിലെ പ്രതിയെ ഇപ്പോൾ പോലീസ് പൊക്കിയിട്ടുണ്ട്. പക്ഷേ എന്താണ് കാരണം? ഇങ്ങനൊരു കുബുദ്ധി ആ തലയിൽ വരാനുള്ള കാരണം എന്താണെന്ന് ഷീലയ്ക്ക് മനസ്സിലായിട്ടില്ലെന്നാണ് നമ്മൾ കരുതുന്നത്. എന്താണ് ഷീല പറയുന്നത്? കഴിഞ്ഞ ഫെബ്രുവരി 27-നായിരുന്നു ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. ചാലക്കുടിയിലെ വ്യാജ ലഹരി കേസുണ്ടാകുന്നത്. ഒരു ദിവസം എക്സൈസിലെ ഒരു ഉദ്യോഗസ്ഥന് അജ്ഞാതമായൊരു ഫോൺ സന്ദേശം വരികയായിരുന്നു. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ നടത്തുന്ന ഷീല സണ്ണിയുടെ വാഹനത്തിനുള്ളിൽ ഒരു മയക്കുമരുന്നുണ്ട്, അത് പിടികൂടണമെന്നത്. ഇതിനെ തുടർന്ന് അവർ പരിശോധന നടത്തുന്നു. ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ നിന്നും ഒരു വെളുത്ത പൊടി കണ്ടെത്തുന്നു. അപ്പോൾ തന്നെ ഷീല സണ്ണിയെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് റിമാൻഡ് ചെയ്യുന്നു. 72 ദിവസം ജയിലിൽ പോകുന്നു. ഇതിനിടയിൽ രാസപരിശോധനാ ഫലം പുറത്തു വരുന്നു. ഈ രാസപരിശോധനാ ഫലം ഇത് ലഹരി മരുന്നല്ല എന്ന് കണ്ടെത്തുന്നു. ഇതോടുകൂടിയാണ് ഷീല സണ്ണിക്ക് ജയിൽ മോചിതയാകുന്നത്. അതോടുകൂടി കേസിൽ നിന്ന് ഷീല സണ്ണി മോചിതയാകുന്നു. പക്ഷേ പിന്നീട് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു, എന്താണ് ഇതിന്റെ കാരണമെന്ന് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല എക്സൈസിന്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കഴിഞ്ഞ ദിവസമാണ് ഈ വിളി വന്നത് തൃപ്പൂണിത്തുറ സ്വദേശിയായ നാരായണദാസിൽ നിന്നാണെന്ന് കണ്ടെത്തുന്നത്. മാത്രവുമല്ല, ഷീല സണ്ണിയുടെ മരുമകളുടെ അനുജത്തിയുടെ അടുത്ത സുഹൃത്താണ് ഈ നാരായണദാസ്. അവസാനം ഷീല സണ്ണി പറഞ്ഞു വെക്കുന്നത് മരുമകളും അതുപോലെ തന്നെ മരുമകളുടെ അനുജത്തെയും കൂടി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിരിക്കാം. ഒരുപക്ഷെ ഇത് എന്ത് കാരണത്താലാണ് ഇങ്ങനെ വന്നത് എന്ന കാര്യം തനിക്കറിയണം. താൻ 72 ദിവസം ജയിലിൽ കിടന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ താൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നു എന്നതുകൊണ്ട് തന്നെ ഇതിനുള്ള കാരണം, ഇത്തരത്തിലുള്ള ട്രാപ്പ് ഒരുക്കുന്നുള്ള കാരണം എന്താണെന്ന് അറിയണം എന്നത് തന്നെയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ ദിവസമാണ് ഈ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ കിടന്ന്. പിന്നീട് എക്സൈസ് വകുപ്പ് ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. പക്ഷേ എന്തിനാണ് ഈ ഷീല സണ്ണിയെ ഇങ്ങനൊരു കള്ളക്കേസിൽ കുടുക്കാൻ വേണ്ടി ഈ പ്രതി ഇത്തരത്തിലൊരു ചിന്ത കൊണ്ടുവന്നത് എന്നതിനെക്കുറിച്ച് ഇനിയും വ്യക്തതയില്ല. ജെയ്സൺ ചാമോളപ്പിലാണ് നമുക്കൊപ്പം ചേർന്നത്.